വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഷൈ സിമ്പിൾ കിച്ചൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. എനിക്കാണെങ്കിൽ ഫുഡിൽ ഏറ്റവും ഇഷ്ടം സീ ഫുഡാണേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടറിഞ്ഞു ഇങ്ങനൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞ് കേട്ട് ഞാൻ അവിടെ പോയതാണ്. ഇതിപ്പം ഞാൻ ഇന്നലെയോ മിനിങ്ങാന്നോ അല്ല പോയത്, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോയതാണേ. അപ്പം ഈ റെസ്റ്റോറൻറ്റ് പേര് അൽ മിക്വാദ് റെസ്റ്റോറൻറ്റ്. അൽ മിക്വാദ് സംഭവമൊക്കെ സൂപ്പറാട്ടോ, അടിപൊളിയാണേ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കയറുകയാണ്. അപ്പം ഞാൻ റീച്ചാനെ നോക്കുക പുറകിന് വരുന്നുണ്ടാണ്. അപ്പം ഞങ്ങൾ ആദ്യം പോയി ചെന്നിട്ട് ആദ്യം ഓർഡർ ചെയ്തത് ഒരു സൂപ്പാണ്, ഒരു സീ ഫുഡ് മിക്സ്ഡ് സീ ഫുഡ് സൂപ്പാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതൊക്കെ വന്നു. അപ്പോൾ ഞാൻ അൽ മിക്വാദ് ഫ്രഷ് ഫിഷ് ഗ്രിൽ ആൻഡ് മൾട്ടി ക്യൂസിൻ. അപ്പം കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. സീ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ താല്പര്യമായിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, എന്നാലും കുടിക്കാം. ഒരു സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് അത്ര വലിയ എക്സ്പ്രഷനൊന്നുമില്ല. സാധാരണ ഞാനൊരു ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര എക്സ്പ്രഷനാണ്. ഞാൻ അറിയാതെ എൻ്റെ മുഖത്തത് വരും. പക്ഷെ ഇന്ന് ഞാൻ വാരി വെതറാൻ നോക്കിയിട്ടും വന്നില്ല. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങളൊരു ബോട്ടാണ്, ഒരു സീ ഫുഡ് ബോട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് കൊണ്ടുവന്നപ്പോൾ ഞാൻ റേച്ചൻ്റെ ചോദിക്കും ഇതൊക്കെ ആര് കഴിച്ച് തീർക്കുമെന്നൊക്കെ ഞാൻ ചോദിക്കും. അവർ തന്നെ ചിരിക്കുകയാണ്. മീൻസ് അവരെന്നോട് ചോദിക്കുന്നുണ്ട്. ആ പയ്യൻ ഒരു മലയാളി പയ്യനായിരുന്നു അങ്ങനെ. അപ്പോൾ അവനെ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരോട് ഇത് എപ്പോൾ തീർക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഗ്രില്ല് ഇഷ്ടം, സീ ഫുഡ് ഇഷ്ടമായിട്ട് റീച്ചാനും ഭയങ്കര ഇഷ്ടം, എനിക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനകത്ത് പ്രോൺസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, വേറെ ഫിഷ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇതുണ്ട്, കക്ക അല്ലല്ലോ, മറ്റേ കക്ക അല്ല, കല്ലുമ്മക്കായ്, അതുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. ഞാൻ സൂപ്പിന് തന്നെ 100 out of 100 ഒന്നും കൊടുക്കില്ല, പക്ഷേ ഇത് ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ വാട്ടർമെലൺ ജ്യൂസും പറഞ്ഞിരുന്നേ. എനിക്ക് എവിടെ പോലെ വാട്ടർമെലൺ ജ്യൂസ് ഞാൻ മേടിക്കുള്ളൂ, കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യാറുള്ളൂ. പിന്നെ ഈ ബോട്ടിൻ്റെ കൂടെ തന്നെ സൈഡ് ഡിഷായിട്ട് കുറച്ച് കോണ്, കുറച്ച് എന്താ പറയുന്നത് സോസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. ആ സോസ് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ സോസ് ഏതായിരുന്നു എന്നുള്ളത് ഞാനങ്ങ് മറന്നുപോയി. പക്ഷെ എനിക്ക് ഇങ്ങനെ എനിക്ക് പറയാൻ ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഏതാണെന്ന് ഞാൻ വിട്ടുപോയി, പേര് മറന്നു. അടിപൊളി സോസായിരുന്നു, എന്തോ ടേസ്റ്റ് ആയിരുന്നറിയാം. അതിങ്ങനെ ഫുള്ളെടുത്ത് വായിലോട്ടിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയണ്ട. എനിക്കിപ്പോഴും ആക്ച്വലി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് ശരിക്കും വായി വെള്ളം വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോസ് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ സോസ് മൊത്തത്തിൽ അങ്ങ് കഴിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വലിയ ടൈഗർ പ്രോൺസ് ഉണ്ടായിരുന്നേ. ആക്ച്വലി ടൈഗർ ഇതിനകത്ത് വലിയ, കാരണം ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്ത് അവർ നല്ല, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കഴിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇവിടെ എടുത്ത് കളഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇതിനകത്തത് ഫില്ല് ചെയ്തത്. കുറേ മസാലയാണേ. എനിക്ക് ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പം മീൻസ് കാണുമ്പം വായിൽ വെള്ളം വരുന്നുണ്ട്. അതിനകത്ത് കണ്ടോ കാണുമ്പോൾ നമ്മളായിരിക്കും വലിയ എന്തോ ഉണ്ടെന്ന്, പക്ഷെ അതിനകത്ത് ഇല്ല. കുറേ മസാലകളും കുറേ ഉള്ളി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വഴറ്റിയ പോലത്തെയൊക്കെ അവർ വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കുറച്ച് മസാല വെച്ചിരിക്കുന്നത്. അതിനകത്ത് അതിൻ്റെ ഫ്ലഷ് ഉണ്ട്, അത് അവർ തന്നെ കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് കഴിക്കാനുള്ള പാകത്തിന് വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ സാധാരണ ടൈഗർ പ്രോൺസിനകത്തൊക്കെ നമ്മൾ കുറച്ച് മൽപ്പിടുത്തം പിടിക്കണം. ഇതിനകത്ത് അതൊന്നും ആവശ്യമില്ല. പിന്നെ നമ്മളൊരു പ്രോൺസ് എടുക്കുവാണേ. പ്രോൺസ് എടുത്ത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോൺസ് എടുക്കണം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ മസാലയ്ക്കൊക്കെ അതിൻ്റെ ആ ഒരു നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അതുപോലെ തന്നെ അതിനകത്തിലെ എല്ലാ ഐറ്റമും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങളത് കഴിച്ച് തീർക്കാൻ ശ്രമിച്ചു.
നമുക്കിപ്പോൾ ആരെങ്കിലുമൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അത് സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോയി ട്രീറ്റ് കൊടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ സ്പോട്ട്. കാരണം കുറച്ച് പേർക്ക് നമ്മുടെ ഇപ്പം പേരൻസൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൂടുതലും ഇഷ്ടം, ഈ നാട്ടിലൊക്കെ ഉള്ള പേരൻസിനൊക്കെ കൂടുതലും ഫിഷൊക്കെ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരൻസിന് ചിക്കനും ബീഫിനും മട്ടനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടോ. ഇല്ല എന്നല്ല, ഉണ്ടാവും. പക്ഷേ എനിക്കറിയാവുന്ന ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടുതലും ഫിഷാണ് അവരൊക്കെ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പേരൻസൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പം അവരെയും കൊണ്ടൊന്ന് കഴിക്കാൻ പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും. ഒരു വെറൈറ്റി അല്ലേ, ഒരു സീ ഫുഡ് ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. ഞങ്ങൾ കഴിച്ച് അത്രയൊക്കെ ആക്കിയെടുത്തു. ആ ക്രാബും ആ കല്ലുമ്മക്കയൊക്കെ ഞാനാണ് കഴിച്ചത്. ക്രാബ് റീച്ചാൻ കഴിക്കില്ല, കല്ലുമ്മക്ക റീച്ചാൻ കഴിക്കത്തില്ല, റീച്ചാൻ പ്രോൺസ് കഴിക്കും, സ്ക്വിഡ് റീച്ചാൻ കഴിക്കത്തില്ല. അപ്പോൾ ആ 3 സാധനം ഫുള്ള് ഞാനാണ് കഴിച്ചത്. പിന്നെ പ്രോൺസും പിന്നെ ഫിഷ് ഉണ്ടല്ലോ, ഒരു ഫിഷ് ഗ്രില്ല് പോലെ ചെയ്ത് അത് ഞാൻ കഴിച്ചു കേട്ടോ. അല്ല, അത് റീച്ചാൻ കഴിച്ചു, ഞാനും കഴിച്ചു. ഒപ്പം റീച്ചാൻ അത് കൂടുതൽ കഴിച്ചത്. ഇതാണ് ഇപ്പം ഞാനും അച്ഛനും കൂടെ പോയി കഴിഞ്ഞാൽ അച്ഛന് ഇഷ്ടമില്ലാത്ത കുറച്ച് സാധനങ്ങളുണ്ടാവും, അത് ഫുള്ള് ഞാൻ കഴിക്കണം. അതാണ് ഞങ്ങൾ രണ്ടുപേരുടെ പോകുമ്പോൾ ഉള്ള വലിയൊരു പ്രശ്നം. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്തു. എനിവേ, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അവരതിൻ്റെ കൂടെ ഞങ്ങൾക്കൊരു മിൻറ്റിൻ്റെ ഒരു ടീ തന്നു. ടീ എന്ന് പറയുമ്പോൾ നമ്മുടെ സുലൈമാനി, ഇത് കഴിഞ്ഞിട്ടൊരു സുലൈമാനി നല്ലതായിരിക്കും. ഞാൻ കുടിച്ചില്ല, ഞാനൊരു കോഫി ലവർ ആയതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായെന്ന് റീച്ചാൻ പറഞ്ഞു. എനിവേ, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.